എന്ത് ഉറപ്പിച്ചോ? ആ പൊട്ടിക്ക് അങ്ങോട്ട് പടക്കം. 63 മണ്ഡലങ്ങളിലല്ലേ ജയിച്ചത്. അടുത്ത മുഖ്യം ഞാൻ തന്നെ. നിന്റെ ഒന്നും സഹായമില്ലേലും എനിക്ക് ജയിക്കാനൊക്കെ അറിയാവടാ. പാർട്ടിയെ പറ്റിച്ച് ഈ സതീശന് അധികാരം നേടാൻ അറിയാം. ഛേ, സ്വപ്നമായിരുന്നു. എത്ര സുന്ദരമായി നടക്കാത്ത സ്വപ്നമല്ലേ. എത്ര പെട്ടെന്നാണ് നനഞ്ഞ പടക്കങ്ങളായി എല്ലാം മാറിയത്. നമ്മളെയാണല്ലോ മച്ചമ്പി. അങ്ങനെ സതീശൻ പവനായി ശവമായി. അതെന്താ സതീശ ഇങ്ങക്ക് ആരെ അറിയിക്കാതെയൊക്കെ ഒരു മൂവിംഗ് ഒക്കെ? ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. ഡിക്റ്റേറ്റീവ് കളിച്ച് മുഖ്യമന്ത്രി കസേര ഇരിക്കാനാണ് നമ്മൾ ഇടയൊന്നും മാത്രമല്ല അറഞ്ചം പുറഞ്ചും എതിർക്കുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. അമ്മ അതിന് പണി കിട്ടിയിരിക്കുവാണ് സതീശന്. അത് സ്വന്തം അണികളിൽ നിന്ന് അത്രയെങ്കിലും കിട്ടണ്ടേ? ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? ഹൈക്കമാൻഡ് ചെയ്യുന്ന പണികളെല്ലാം ഒറ്റയ്ക്ക് രഹസ്യമായി ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. പണി അണികളായിട്ടും സുധാകരനായിട്ടും വരുമെന്ന്. ജയിക്കാൻ എന്ത് തറപ്പണിയും കാണിക്കും. അതാണ് സതീശൻ. യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. അല്ലേലും സതീശന്റെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്. സുധാകരനോടുള്ള കലിപ്പിൽ KPCC യോഗത്തിൽ എത്താതിരിക്കുക, പാർട്ടിയിൽ ആരെയും അറിയിക്കാതെ രഹസ്യ സർവേ നടത്തി വിജയം ഉറപ്പിക്കുക, നിയമസഭയിൽ പേപ്പറൊക്കെ അടിച്ച് മാസ് കാണിക്കുക. അങ്ങനെ എന്തൊക്കെ സൈക്കോത്തരങ്ങളാണ് വി ഡി സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ആള് കൂടിയാൽ പാമ്പ് ചാകില്ലെന്ന റൂട്ടാണ് സതീശന്റേത്. പാർട്ടി അറിയാതെ ഒരു വിജയത്തിനുള്ള സ്കോപ്പ് ഉണ്ടോന്ന് നോക്കിയതായിരുന്നു സതീശൻ. പക്ഷേ പണിവാളി. 63 സീറ്റ് എന്നൊക്കെ കേട്ടപ്പോ മനസ്സിൽ ലെഡ് പൊട്ടിയായിരുന്നു സതീശന്. എന്ത് ചെയ്യാനാ, അണികൾ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലല്ലോ. അല്ല, എന്നാൽ എന്തായിരിക്കും ഈ 63?